നറുക്കെടുപ്പിൽ വിജയിക്കുക. എത്ര തവണ നിങ്ങൾ അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ട്? എത്ര തവണ നിങ്ങൾ രഹസ്യമായി ഒരു ഭാഗ്യത്തെ ആഗ്രഹിച്ചിട്ടുണ്ട്? നറുക്കെടുപ്പിൽ വിജയിക്കുന്നതിനുള്ള രഹസ്യം അക്കങ്ങളെക്കുറിച്ചോ തന്ത്രങ്ങളെക്കുറിച്ചോ അല്ല, ഭാഗ്യത്തെക്കുറിച്ചോ യാദൃശ്ചികതയെക്കുറിച്ചോ അല്ല, മറിച്ച് വളരെ ലളിതവും എന്നാൽ വളരെ ആഴത്തിലുള്ളതുമായ ഒരു പ്രവൃത്തിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? നിങ്ങൾ ഒരു തവണ ചെയ്യേണ്ട ഒരു പ്രവൃത്തി, എന്നിട്ട് മറ്റൊന്നും ചെയ്യേണ്ടതില്ല. അതെ, ഒരു തവണ മാത്രം കേൾക്കുക, എല്ലാം മാറും. എനിക്ക് എങ്ങനെ ലോട്ടറി അടിക്കും? ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച് പലരും എന്റെ അടുത്തു വരുന്നു. ഞാൻ അവരോട് പറയുന്നു, ഇതല്ലാതെ മറ്റൊന്നും ചെയ്യരുത്. കാരണം എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന നിഗൂഢ നിയമത്തിൽ കൂടുതൽ ചെയ്യുന്നത് നിങ്ങളുടെ സംശയത്തെയും അക്ഷമയെയും നിയന്ത്രിക്കാനുള്ള ആഗ്രഹത്തെയും മാത്രമേ വെളിപ്പെടുത്തുന്നുള്ളൂ. ഈ നിയമം ഒരു ഗണിത സൂത്രവാക്യമല്ല, ഇതൊരു ആത്മീയ സത്യമാണ്. നിങ്ങളുടെ ഭാവനയാണ് ദൈവം, ദൈവമാണ് നിങ്ങളുടെ തന്നെ നിലനിൽപ്പ് എന്ന സത്യമാണിത്. നിങ്ങൾ എനിക്ക് ലോട്ടറി അടിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായും പ്രവൃത്തികളിലേക്ക് തിരിയുന്നു. നിങ്ങൾക്കൊരു ടിക്കറ്റ് വാങ്ങണം, നിങ്ങൾക്ക് നമ്പറുകൾ തെരഞ്ഞെടുക്കണം, നിങ്ങൾക്ക് ഈ തന്ത്രമോ ആ സംവിധാനമോ പരീക്ഷിക്കണം. എന്നാൽ ഇതെല്ലാം ബാഹ്യമായ പ്രവർത്തനങ്ങളാണ്. അവ ഉള്ളിലുള്ള ശക്തിയെക്കുറിച്ച് അജ്ഞനായ മനസ്സിൽ നിന്ന് ജനിക്കുന്നവയാണ്. യഥാർത്ഥ ലോട്ടറി വിജയം സംഭവിക്കുന്നത് അദൃശ്യമായ നിങ്ങളുടെ മനസ്സിന്റെ നിശബ്ദമായ മണ്ഡലത്തിലാണ്. അവിടെ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ വിത്ത് പാകുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. നറുക്കെടുപ്പിൽ വിജയിക്കാൻ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ബാഹ്യലോകം നിങ്ങളുടെ ആന്തരിക അവസ്ഥയുടെ കണ്ണാടിയാണ്. നിങ്ങളുടെ വിജയിച്ച ടിക്കറ്റിന് ജീവൻ നൽകുന്നത് അക്കങ്ങളോ യന്ത്രങ്ങളോ ക്രമരഹിതമായ നറുക്കെടുപ്പുകളോ അല്ല. അത് നിങ്ങളുടെ ധാരണയാണ്, നിങ്ങളുടെ വികാരമാണ്, നിങ്ങളുടെ ആന്തരിക ബോധ്യമാണ്. നിങ്ങൾ വിജയിച്ചുവെന്ന തോന്നൽ സ്വീകരിക്കുമ്പോൾ പുറം ലോകം ആ ധാരണയ്ക്ക് അനുസൃതമായി മാറുന്നു. വിജയിച്ച ടിക്കറ്റ്, നിങ്ങൾ വിജയിച്ചുവെന്ന വിളി, പെട്ടെന്നുള്ള സമൃദ്ധി, ഇതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. കാരണം നിങ്ങൾ ഇതിനകം ആ അവസ്ഥയിൽ ഉള്ളിൽ ജീവിക്കുകയാണ്. ഇത് വെറും ആഗ്രഹചിന്തയല്ല, ഇത് നടിക്കുകയോ ഭാവന ചെയ്യുകയോ അല്ല. ഇത് നിങ്ങളുടെ സൃഷ്ടിപരമായ ശക്തിയുടെ ബോധപൂർവമായ ഉപയോഗമാണ്. ഇത് നിങ്ങൾ ആഴത്തിൽ കേൾക്കണം. വിജയിച്ച ടിക്കറ്റ് നിങ്ങളുടെ ഭാവനയുടെ മണ്ഡലത്തിൽ ഇതിനകം ഉണ്ട്. നിങ്ങളുടെ ആന്തരിക അസ്തിത്വം അതിനെ ഒരു യാഥാർത്ഥ്യമായി കാണുന്നു. നിങ്ങളുടെ ജോലി ആ അവസ്ഥയുമായി സ്വയം യോജിപ്പിക്കുക എന്നതാണ്. നിങ്ങൾ ഇതിനകം വിജയിച്ചുവെന്ന് തോന്നിപ്പിക്കുക, മറ്റൊന്നും ചെയ്യരുത്. ഇതാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തി. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഞാൻ എങ്ങനെ ആ അവസ്ഥയുമായി യോജിപ്പിക്കും? നിങ്ങൾ ശ്രദ്ധിക്കുക. അതെ, നിങ്ങളുടെ ഭാവനയുടെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കുക. ആഗ്രഹം പൂർത്തീകരിച്ചതിന്റെ അനുഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനാണ് വിജയി എന്ന് പറയുന്ന ഉള്ളിലെ മന്ത്രിക്കൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ ഇത് ഒരു തവണ മാത്രം ചെയ്യുക. ആവർത്തിച്ച് ചെയ്യരുത്, അമിതമായി ചെയ്യരുത്. എന്നാൽ പൂർണ്ണബോധ്യത്തോടെ ഒരു തവണ മാത്രം ചെയ്യുക. ഒരു തവണ മാത്രം മതി എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം. കാരണം നിങ്ങൾ സംശയത്തിലും ആവർത്തനത്തിലും ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ സ്വയം അനിശ്ചിതത്വത്തിന്റെ മണ്ഡലത്തിലേക്ക് വലിച്ചെറിയുകയാണ്. നറുക്കെടുപ്പ് എല്ലാ കാര്യങ്ങളെയും പോലെ അതിൽ പതിഞ്ഞ വികാരത്തോട് പ്രതികരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ പൂർണ്ണതയോടെ ഒരു തവണ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു വിത്ത് നടുകയാണ്. ഈ വിത്ത് നിങ്ങൾ ഇതിനകം വിജയിച്ചുവെന്ന ധാരണയാൽ പോഷിപ്പിക്കപ്പെട്ട് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് മാത്രം കാണാൻ കഴിയാത്ത വിധം വളരുന്നു. ഒരു തവണ കേൾക്കുന്നത് പൂർണ്ണമായ സ്വീകാര്യതയുടെയും കീഴടങ്ങലിന്റെയും പ്രവൃത്തിയാണ്. നിങ്ങൾ ശ്രമിക്കുന്നത് നിർത്തുകയും സംശയിക്കുന്നത് നിർത്തുകയും നിങ്ങളുടെ ആന്തരിക യാഥാർത്ഥ്യത്തിന് രൂപം നൽകുകയും ചെയ്യുന്ന ഒരു പുണ്യനിമിഷമാണിത്. ഇതിനു പുറത്ത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, കാരണം ബാഹ്യമായത് അനിവാര്യമായും ആന്തരികമായതിനെ പിന്തുടരും. ലോട്ടറി വിജയം നിങ്ങൾ പിന്തുടരുന്ന ഒന്നല്ല, അത് നിങ്ങൾ അനുവദിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ ആന്തരിക ലോകം അതിനായി പാകമായിരിക്കുന്നതുകൊണ്ടാണ് അത് വരുന്നത്. ഇതൊന്ന് സങ്കൽപ്പിക്കുക. ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കുക. പ്രഖ്യാപനം. ഫോൺ കോൾ സങ്കൽപ്പിക്കുക. നിങ്ങൾ ലോട്ടറി അടിച്ചുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന നിമിഷം. സന്തോഷം, ആശ്വാസം, നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ആവേശം എന്നിവ അനുഭവിക്കുക. അത് ആസ്വദിക്കുക, മണക്കുക, അത് സ്ഥിരീകരിക്കുന്ന ശബ്ദം കേൾക്കുക. എങ്ങനെ അല്ലെങ്കിൽ എപ്പോൾ എന്ന് ചിന്തിക്കരുത്. പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. ലോട്ടറി അടിച്ച അവസ്ഥയിലായിരിക്കുക. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേയൊരു നിമിഷം. ഈ നിമിഷത്തിൽ എല്ലാ ശക്തിയുമുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഭാവനയിൽ ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജോലി മറ്റൊന്നും ചെയ്യേണ്ടതില്ല എന്നതാണ്. നിങ്ങൾ ചോദിക്കുന്നില്ല, നിങ്ങൾ വിഷമിക്കുന്നില്ല, നിങ്ങൾ സ്ഥിരീകരണം തേടുന്നില്ല. ലോട്ടറി വിജയം നിങ്ങളുടെ യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ കരുതുക. അത് സത്യമാണെന്ന് കരുതി നിങ്ങൾ ആ വികാരം കൊണ്ടു നടക്കുക. ഈ പ്രവൃത്തിയിൽ നിങ്ങൾ കാരണമായിത്തീരുന്നു. ഫലം പിന്തുടരുകയും വേണം. നിങ്ങളുടെ ബാഹ്യലോകം സ്വയം പുനഃക്രമീകരിക്കും. നിങ്ങളുടെ വിജയിച്ച ടിക്കറ്റ് പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ നമ്പർ വിളിക്കപ്പെടും, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒന്നിക്കും. എന്നാൽ നിങ്ങൾ അതിനെ പിന്തുടർന്നിട്ടല്ല, മറിച്ച് നിങ്ങൾ വിശ്വസിച്ചിട്ടാണ്. എന്നിട്ട് അതിനെ സംഭവിക്കാൻ അനുവദിച്ചിട്ടാണ്. വലിയ വിരോധാഭാസം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ലോട്ടറി യാദൃശ്ചികമെന്ന് തോന്നുന്നതും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്തതുമായ ഒരു സംഭവം യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വ്യക്തിപരവും അടുപ്പമുള്ളതുമായ അനുഭവമാണ്. ഇത് നിങ്ങളുടെ സ്വന്തം സൃഷ്ടിയുടെ ദിവ്യമായ സംവിധാനമാണ്. അക്കങ്ങൾ, നറുക്കെടുപ്പ്, വിജയം എന്നിവയെല്ലാം നിങ്ങൾ വളർത്തിയെടുക്കുന്ന അദൃശ്യമായ അവസ്ഥയുടെ പ്രതിഫലനങ്ങൾ മാത്രമാണ്.
ഇത് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ബോധത്തിന് പുറത്ത് ലോട്ടറി വിജയമൊന്നുമില്ല. വിജയത്തിന്റെ അനുഭവമില്ലെങ്കിൽ ശാരീരികമായ ടിക്കറ്റിന് അർത്ഥമില്ല. നിങ്ങൾക്കൊരു ടിക്കറ്റ് കൈവശം വയ്ക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ നിങ്ങളുടെ ഭാവന ഒരിക്കലും വിജയം അംഗീകരിക്കാത്തതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും വിജയിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. നേരെ മറിച്ച് ടിക്കറ്റ് നിലവിലില്ലാത്തതിനു മുമ്പ് നിങ്ങൾ വിജയിച്ചുവെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പുറം ലോകം തെളിവ് നൽകും. നെവിൽ ഗൊദാർഡ് പഠിപ്പിച്ച തത്വമാണിത്. ആഗ്രഹം പൂർത്തീകരിച്ചതിന്റെ അനുഭവം സ്വീകരിക്കുക. നിങ്ങളുടെ ഭാവന യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നു. അത് നിങ്ങളുടെ ജീവനുള്ള ശ്വാസമെടുക്കുന്ന ശക്തിയാണ്. പൂർണ്ണ വിശ്വാസത്തോടെ ഒരു തവണ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഭാവിയിലെ പ്രതീക്ഷയല്ല, മറിച്ച് നിലവിലുള്ള ഒരു വസ്തുതയാണെന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. എന്തുകൊണ്ടാണ് അതിനുശേഷം ഒന്നും ചെയ്യാത്തത്? കാരണം കൂടുതൽ ചെയ്യുന്നത് കുറവ് ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം അക്ഷമയിലും സംശയത്തിലും നിന്ന് ജനിക്കുന്ന പ്രവർത്തനം നിങ്ങളുടെ ധാരണയുടെ ഫലഭൂയിഷ്ഠമായ മണ്ണിനെ നശിപ്പിക്കുന്നു. കാരണം പ്രപഞ്ചം ഇതിനകം നിങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്നു. നിങ്ങൾ നിശബ്ദനും ശാന്തനും അറിയുന്നവനുമായിരുന്നാൽ മതി. ഈ നിശബ്ദതയാണ് രഹസ്യം. എല്ലാ അത്ഭുതങ്ങൾക്കും പിന്നിലെ ശക്തിയാണിത്. നിങ്ങളുടെ ഭാവന യാഥാർത്ഥ്യവുമായി കണ്ടുമുട്ടുന്ന ഇടമാണിത്. നിങ്ങൾ നിശബ്ദനാകുമ്പോൾ, നിങ്ങൾ പോരാടുകയോ പിന്തുടരുകയോ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് അത്ര വ്യക്തവും യഥാർത്ഥവുമാകുന്നു. അത് ആവശ്യമായതെല്ലാം ആകർഷിക്കുന്നു. പക്ഷേ എനിക്ക് ഉറപ്പുവരുത്തണം എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഞാൻ പറയുന്നു, ഉറപ്പ് നിങ്ങളുടെ വികാരത്തിലാണ്, ബാഹ്യലോകത്തിലല്ല. ലോട്ടറി വിജയം നിങ്ങളുടേതാണെന്ന ആന്തരിക ബോധ്യത്തിൽ വിശ്വസിക്കുക. നിങ്ങൾക്കത് ഇതിനകം ഉണ്ടെന്ന വികാരത്തിൽ വിശ്വസിക്കുക. ഇത് ഒരു തവണ വിശ്വസിക്കുക, എന്നിട്ട് ശാന്തമായി വിശ്രമിക്കുക. ബാഹ്യ തെളിവുകൾ തേടുന്നതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ കുറവുറപ്പിക്കുന്നു. ഫലം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ സ്വാഭാവികമായ ഒഴുക്കിനെ തടയുന്നു. ലോട്ടറി വിജയം നിയമത്തിന്റെ പ്രവൃത്തിയുടെ ഒരു മികച്ച ഉദാഹരണമാണ്. ഇത് നന്നായി മനസ്സിലാക്കുക. നിയമം വിവേചനം കാണിക്കുന്നില്ല. നിങ്ങൾ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങൾ എന്താണെന്നോ പ്രശ്നമല്ല. നിങ്ങളുടെ ഭാവന നിങ്ങൾ ജനിച്ച ദിവ്യമായ ഉപകരണമാണ്. ഇത് സമൃദ്ധിയുടെ നിധിപെട്ടി തുറക്കുന്ന താക്കോലാണ്. അതിനാൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കണമെങ്കിൽ ഇത് ഒരു കാര്യം ചെയ്യുക. ഒരു തവണ ശ്രദ്ധിക്കുക, കണ്ണുകൾ അടയ്ക്കുക, വിജയം അനുഭവിക്കുക, അത് നിങ്ങളുടേതാണെന്നറിയുക, എന്നിട്ട് വിട്ടുകളയുക. നിങ്ങളുടെ ധാരണ വെളിച്ചത്ത് കൊണ്ടുവരാൻ ലോകം സ്വയം പുനഃക്രമീകരിക്കുന്നത് കാണുക. പലരും ഇത് അസാധ്യമാണെന്ന് പറയും. പലരും ഇത് അന്ധവിശ്വാസമോ മണ്ടത്തരമോ ആണെന്ന് പറയും. എന്നാൽ ചരിത്രത്തിലെ എല്ലാ വലിയ അത്ഭുതങ്ങളും ഒരു ധാരണയോടെ, ഒരു വിശ്വാസപ്രവൃത്തിയോടെ, ഉള്ളിലെ ശബ്ദം ശ്രദ്ധിച്ച ഒരു നിമിഷത്തോടെയാണ് ആരംഭിച്ചതെന്ന് അറിയുക. നിങ്ങളുടെ ലോട്ടറി വിജയം നിങ്ങളുടെ ഭാവനയുടെ പുസ്തകത്തിൽ ഇതിനകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ അവകാശപ്പെടാത്ത യാഥാർത്ഥ്യമാണിത്. നിങ്ങൾ ഒരു തവണ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ കഥയുടെ ആദ്യ വരി, ഏറ്റവും പ്രധാനപ്പെട്ട വരി നിങ്ങൾ എഴുതുന്നു. ഓർക്കുക, നിങ്ങൾ യാദൃച്ഛികത നിങ്ങളെ നോക്കി പുഞ്ചിരിക്കാൻ കാത്തിരിക്കുന്ന നിസ്സഹായനായ ഒരു കാഴ്ചക്കാരനല്ല. നിങ്ങൾ സ്രഷ്ടാവാണ്, ഉറവിടമാണ്, എല്ലാ കാര്യങ്ങളെയും ചലിപ്പിക്കുന്ന ജീവനാണ്. പ്രപഞ്ചം പറയുന്നു, നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയാൻ ലോട്ടറി മറ്റൊരു വഴിയാണ്. താമസിക്കരുത്, മടിക്കരുത്, നിങ്ങളുടെ പരിശ്രമങ്ങൾ വർദ്ധിപ്പിക്കരുത്. ഒരു തവണ ശ്രദ്ധിക്കുക, ഒരു വികാരം, ഒരു അറിവ്, എന്നിട്ട് സമാധാനം. ഈ സമാധാനത്തിൽ ലോട്ടറി വിജയം വരുന്നു. അതിന് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അത് നിങ്ങളുടെ സത്യം പ്രകടമാക്കുന്നു. വളരെ നന്നായി, നമുക്കിനിയും ആഴത്തിൽ പോകാം. കാരണം ശക്തി അദൃശ്യമായ നിങ്ങളുടെ ബോധം വസിക്കുന്ന നിശബ്ദമായ മണ്ഡലത്തിലാണ്. പൂർത്തീകരിച്ച ആഗ്രഹത്തിന്റെ ശബ്ദം നിങ്ങൾ ഒരു തവണ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ഭാവിയിലെ ഒരു സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ഒരു പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് കാലെടുത്തു വയ്ക്കുകയാണ്. നിങ്ങളുടെ മനസ്സിന്റെ തിയേറ്ററിൽ ഇപ്പോൾ നിലവിലുള്ള ഒന്നിലേക്ക്. ഈ തിയേറ്റർ പവിത്രമാണ്. രൂപലോകത്ത് പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പ് സൃഷ്ടി നടക്കുന്ന സ്ഥലമാണിത്. ഭാവന ഫാന്റസിയല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിലൂടെ പ്രവർത്തിക്കുന്ന ദിവ്യമായ കഴിവാണ് ഇത്. നിങ്ങൾ ലോട്ടറി വിജയിയായി സ്വയം ഭാവന ചെയ്യുമ്പോൾ നിങ്ങളുടെ അസ്തിത്വത്തിന്റെ നിത്യസത്യവുമായി നിങ്ങൾ യോജിപ്പിക്കുകയാണ്. ഈ യോജിപ്പിക്കൽ നിങ്ങളുടെ വൈബ്രേഷൻ, നിങ്ങളുടെ ഊർജ്ജം എന്നിവ മാറ്റുന്നു. അങ്ങനെ നിങ്ങളുടെ ചുറ്റുമുള്ള കാന്തിക ക്ഷേത്രം മാറുന്നു. നമ്പറുകൾ, ടിക്കറ്റ്, സമ്മാനം എന്നിവയെല്ലാം രണ്ടാമതാണ്. അവ നിങ്ങളുടെ മനസ്സിലെ ആദ്യ കാരണം പിന്തുടരുന്നു. നിങ്ങൾ പോഷിപ്പിക്കേണ്ട ഈ ധാരണയാണ്. നിങ്ങൾ ഒരു തവണ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ പൂർണ്ണതയോടെ ശ്രദ്ധിക്കുക. ഒരു ക്ഷണികമായ ചിന്തയല്ല, ഒരു പകുതി വിശ്വാസമല്ല, മറിച്ച് പൂർത്തീകരിച്ച ആഗ്രഹത്തിന്റെ ആഴത്തിലുള്ള സമ്പന്നമായ അനുഭവം. നിങ്ങളുടെ കയ്യിലെ കത്ത്, നിങ്ങളുടെ പേര് പ്രഖ്യാപിക്കുന്ന ശബ്ദം, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിറയ്ക്കുന്ന സമൃദ്ധിയുടെ അനുഭവം എന്നിവ സങ്കൽപ്പിക്കുക. എല്ലാ ഇന്ദ്രിയങ്ങളും ഉൾപ്പെടുത്തി ഇത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഉള്ളിലെ നിയമത്തെ ഉണർത്തും. എന്നാൽ ശ്രദ്ധിക്കുക, ഈ പവിത്രമായ ശ്രദ്ധയ്ക്ക് ശേഷമുള്ള നിമിഷം ദുർബലമാണ്. നിങ്ങളുടെ ബോധ്യത്തെ നശിപ്പിക്കാൻ മനസ്സിന്റെ സംസാരത്തെ അനുവദിക്കരുത്. സംശയം വലിയ നശിപ്പിക്കുന്നവനാണ്. അത് മന്ത്രിക്കുന്നു, ഇതുവരെ ആയില്ല, കൂടുതൽ ശ്രമിക്കുക, ഇത് സംഭവിക്കാൻ കഴിയില്ല. ഇതിനെ ചെറുക്കുക. പകരം വിശ്വാസം വളർത്തുക. വിശ്വാസം വിശ്രമമാണ്. അത് പോരാട്ടം അവസാനിപ്പിക്കുകയും അദൃശ്യമായത് ദൃശ്യമാകാൻ അനുവദിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ്. നിങ്ങൾ യാഥാർത്ഥ്യത്തിലല്ല, മറിച്ച് വികാരത്തിലാണ് വിശ്രമിക്കേണ്ടത്. നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുത ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അത് അപ്രസക്തമാണ്. വസ്തുതയുടെ വികാരമാണ് വസ്തുതയെ സൃഷ്ടിക്കുന്നത്. മഹാനായ ഗുരുക്കന്മാർ നൂറ്റാണ്ടുകളായി അറിഞ്ഞ രഹസ്യമാണിത്. ബാഹ്യലോകം മാറ്റാവുന്നതും മാറാവുന്നതും
നിങ്ങളുടെ ആന്തരിക അവസ്ഥയ്ക്ക് അനുസൃതമായിരിക്കുന്നതുമാണെന്ന് അവർ പഠിപ്പിച്ചു. ലോട്ടറി വിജയവും ഒരു അപവാദമല്ല. ഇത് മറ്റേതൊരു പ്രകടനത്തെയും പോലെയാണ്. പണം, സ്നേഹം, ആരോഗ്യം അല്ലെങ്കിൽ വിജയം എന്നിവ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിലും പ്രക്രിയ ഒന്നുതന്നെയാണ്. ഒരേയൊരു വ്യത്യാസം നിങ്ങളുടെ ശ്രദ്ധയാണ്. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ ഏറ്റവും വലിയ സമ്മാനത്തിലാണ്, ഭാഗ്യത്തിൽ പെട്ടെന്നുള്ളതും പൂർണ്ണവുമായ ഒരു മാറ്റം. നിങ്ങൾ സ്രഷ്ടാവായതുകൊണ്ട് ആ സമ്മാനം നിങ്ങളുടേതാണ്. നിങ്ങൾ ഒരു തവണ ശ്രദ്ധിക്കുകയും നിങ്ങളുടെ ഉപബോധ മനസ്സിലെ ഇരുണ്ട മണ്ണിൽ വിത്ത് മുളയ്ക്കാൻ അനുവദിക്കുകയും വേണം. ഇത് കാണാത്തതും എന്നാൽ നിർണായകവുമായ ഭാഗമാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ് വാദിക്കുന്നില്ല. നിങ്ങൾ അതിൽ പതിപ്പിക്കുന്ന കാര്യങ്ങൾ അത് സ്വീകരിക്കുന്നു. നിങ്ങൾ ലോട്ടറി വിജയിയാണെന്ന ബോധം അതിൽ പതിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ വികാരവുമായി യോജിച്ച് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ പുനഃക്രമീകരിക്കാൻ തുടങ്ങുന്നു. ഈ കാണാത്ത പ്രവൃത്തിയുടെ ശക്തിയെ കുറച്ചു കാണരുത്. നിങ്ങൾ വിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യത്തിന്റെ നൂലുകൾ നെയ്യുന്നതിൽ തിരക്കിലാണ്. അത് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു, സാഹചര്യങ്ങൾ ക്രമീകരിക്കുന്നു, അവസരങ്ങൾ ആകർഷിക്കുന്നു, സംഭവങ്ങൾ യോജിപ്പിക്കുന്നു, എല്ലാം നിങ്ങളുടെ വിജയിച്ച ടിക്കറ്റ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ. എന്നാൽ നിങ്ങൾ സംശയത്തോടെ കേൾക്കുന്നത് തുടരുകയാണെങ്കിൽ, നിങ്ങൾ പ്രശ്നത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ, ഭയമോ അവിശ്വാസമോ ഉള്ളിൽ കടക്കാൻ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ, നിങ്ങൾ മന്ത്രം ഭഞ്ജിക്കുകയാണ്. ഉപബോധ മനസ്സിന് പരസ്പര വിരുദ്ധമായ സന്ദേശങ്ങൾ ലഭിക്കുന്നു. നിങ്ങളുടെ സൃഷ്ടി വൈകുന്നു, വികൃതമാകുന്നു, അല്ലെങ്കിൽ നിഷേധിക്കപ്പെടുന്നു. അതിനാൽ കൂടുതൽ ചെയ്യുന്നതിലല്ല, നിശ്ചലമായിരിക്കുകയും ദൃഢമായിരിക്കുക എന്നതിലാണ് പ്രവൃത്തി. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം പൂർത്തീകരിക്കപ്പെട്ടുവെന്ന ആഴത്തിലുള്ള അറിവിലാണ്. ഇന്ദ്രിയങ്ങൾ അത് ഇതുവരെ കാണിക്കുന്നില്ലെങ്കിലും നിങ്ങൾ അന്തിമ ഫലത്തിലാണ് ജീവിക്കുന്നത്, അതിനുള്ള മാർഗങ്ങളിലല്ല. പുറംലോകം സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിജയിച്ചുവെന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതിലെ ശക്തിയെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ യാദൃച്ഛികതയുടെയോ വിധിയുടെയോ ദയയിലല്ല. നിങ്ങളുടെ വിധിയുടെ പരമാധികാരി നിങ്ങളാണ്. നിങ്ങളുടെ ഭാവന പ്രവർത്തിക്കുന്ന വേദി മാത്രമാണ് ലോട്ടറി. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്തു കഴിഞ്ഞാൽ, ബോധ്യത്തോടെ ഒരു തവണ കേട്ടുകഴിഞ്ഞാൽ, നിങ്ങൾ പിന്നോട്ടു മാറി ദിവ്യമായ ക്രമം തെളിവ് പ്രകടമാക്കാൻ അനുവദിക്കുക. ഇത് ബോധത്തിന്റെ നിയമമാണ്. ഇത് അചഞ്ചലമാണ്. നിവിൽ ഗൊദാർഡ് കൈമാറിയ വലിയ സത്യമാണിത്. ഒരു അവസ്ഥ ആഗ്രഹിക്കാനും ഭാവനയിൽ അതിൽ പ്രവേശിക്കാനും യാഥാർത്ഥ്യം സൃഷ്ടിക്കാനുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെയുള്ള അവസ്ഥ വിജയിയുടെ, വിജയശാലിയുടെ, സമൃദ്ധി ലഭിച്ച പ്രിയപ്പെട്ടവന്റെ അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു, ഒരു തവണ കൂടി കേൾക്കുക. ഇത്തവണ നിങ്ങളുടെ സ്വന്തം നിശബ്ദതയിൽ കണ്ണുകളടച്ച് നിങ്ങളുടെ മനസ്സിന്റെ കണ്ണുകൾ സ്ഥിരീകരണം, സമ്മാനം, സന്തോഷം എന്നിവ കാണാൻ അനുവദിക്കുക. അത് അനുഭവിക്കുക, കേൾക്കുക, സ്പർശിക്കുക. ആ അനുഭവം ഉള്ളിൽ നിറയുന്നതുവരെ, നിങ്ങളുടെ അസ്തിത്വത്തിന്റെ എല്ലാ കോണും നിറയുന്നതുവരെ അത് വീർക്കാൻ അനുവദിക്കുക. എന്നിട്ട് അതിനെ വിട്ടുകളയുക. എങ്ങനെയും എപ്പോഴും എന്ന നിങ്ങളുടെ നിർബന്ധം വിട്ടുകളയുക. നിയന്ത്രിക്കാനുള്ള ആവശ്യം വിട്ടുകളയുക. ഭയവും സംശയവും വിട്ടുകളയുക. മറ്റൊന്നും ചെയ്യരുത്. ശാന്തമായ പ്രതീക്ഷയോടെ നോക്കി കാത്തിരിക്കുക. അദൃശ്യമായത് ദൃശ്യമാകുന്നത് നിങ്ങൾ കാണും. പ്രപഞ്ചം നിങ്ങളുടെ വിശ്വാസത്തിൽ ആനന്ദിക്കുന്നു. അത് നിങ്ങളുടെ ധാരണയ്ക്ക് തലകുനിക്കുന്നു. നിങ്ങളുടെ അചഞ്ചലമായ വിശ്വാസത്തിന് അത് ഉത്തരം നൽകുന്നു. ലോട്ടറി ടിക്കറ്റ് പ്രത്യക്ഷപ്പെടും, നമ്പറുകൾ യോജിക്കും, കോൾ വരും. എന്നാൽ നിങ്ങളുള്ളിൽ ഫലഭൂയിഷ്ടമായ നിലം ഒരുക്കിയതുകൊണ്ട് മാത്രം. ഈ രീതി സങ്കീർണമല്ല. ഇതിന് പ്രത്യേക അറിവോ രഹസ്യസൂത്രവാക്യമോ ആവശ്യമില്ല. ഇതിന് ഒരു കാര്യം മാത്രം മതി: ഒരു തവണ വിശ്വസിക്കാനും വിശ്രമിക്കാനുമുള്ള സന്നദ്ധത. ഈ സന്നദ്ധതയാണ് നിങ്ങളുടെ തുറന്ന വാതിൽ. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അസാധ്യമായതിനെ ക്ഷണിക്കുന്നു. ഓർക്കുക, നിങ്ങൾ കാണുന്ന ലോകം നിങ്ങൾ ഉള്ളിൽ അനുഭവിക്കുന്ന ലോകത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. നിങ്ങളുടെ വികാരം മാറ്റുക, പ്രതിഫലനം മാറുന്നു. നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന അത്ഭുതമാണിത്. ലോട്ടറി അടിക്കുന്ന അത്ഭുതമാണിത്. യാദൃച്ഛികമായിട്ടല്ല, മറിച്ച് രൂപകൽപ്പനയിലൂടെയാണ്. അതിനാൽ ഇപ്പോൾ ആരംഭിക്കുക. ഒരു തവണ ശ്രദ്ധിക്കുക, ഒരു തവണ അനുഭവിക്കുക, ഒരു തവണ വിശ്വസിക്കുക, എന്നിട്ട് വിട്ടുകളയുക. അദൃശ്യമായത് അതിന്റെ മാന്ത്രികത പ്രവർത്തിക്കുന്നത് കാണുക. നിങ്ങളുടെ വിജയിച്ച ടിക്കറ്റ് നിലവിലുണ്ടെന്നറിയുക. പുറത്തെവിടെയുമല്ല, നിങ്ങളുടെ ഉള്ളിൽ, ഭാവനയുടെയും വിശ്വാസത്തിന്റെയും മണ്ഡലത്തിൽ. ലോകം നിങ്ങളുടെ സമ്മാനം കാണിക്കുമ്പോൾ നിങ്ങൾ പുഞ്ചിരിക്കും. യഥാർത്ഥ വിജയം ശ്രദ്ധിക്കുന്നതിലും അനുഭവിക്കുന്നതിലും ആയിരിക്കുന്നതിലുമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ ഭാഗ്യം കൊണ്ടോ പ്രയത്നം കൊണ്ടോ വിജയിച്ചില്ലെന്ന് നിങ്ങൾക്കറിയാം. മറിച്ച് നിങ്ങളുടെ ദിവ്യശക്തിയുമായി, ഭാവനയുടെ ശക്തിയുമായി, ധാരണയുടെ ശക്തിയുമായി നിങ്ങൾ യോജിപ്പിച്ചതുകൊണ്ടാണ്. ആ അറിവിൽ ലോട്ടറി അടിക്കുന്നത് അവസാനമല്ല, മറിച്ച് തുടക്കമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ സ്രഷ്ടാവായി, നിങ്ങളുടെ വിധിയുടെ യജമാനനായി, അനന്തന്റെ പ്രിയപ്പെട്ട കുട്ടിയായി പൂർണ്ണമായി ജീവിക്കുന്നതിന്റെ തുടക്കം. ഈ സത്യം അടുത്തു സൂക്ഷിക്കുക. അത് എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം കൊണ്ടുപോകുക. കാരണം നിങ്ങൾ ഒരു തവണ ശ്രദ്ധിക്കുകയും നിങ്ങൾ ഇതിനകം വിജയിച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന നിമിഷം മുതൽ ബാക്കിയെല്ലാം നിങ്ങളുടെ ഹൃദയം യാഥാർത്ഥ്യമാക്കിയതിന്റെ വെളിപ്പെടുത്തൽ മാത്രമാണ്. ഇതാണ് നിങ്ങളുടെ രഹസ്യം. ഇതാണ് നിങ്ങളുടെ ശക്തി. ഇതാണ് ജീവിതത്തിലേക്കുള്ള നിങ്ങളുടെ ലോട്ടറി ടിക്കറ്റ്. ഇപ്പോൾ ഒരു തവണ കൂടി നിശബ്ദമായി ആഴത്തിൽ വിജയം അനുഭവിക്കുക. അത് നിങ്ങളുടേതാണെന്നറിയുക. എന്നിട്ട് സമാധാനത്തിലും പ്രതീക്ഷയിലും വിശ്രമിക്കുക. ലോകം ഇതിനകം നിങ്ങൾക്കുവേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ വിജയം അനിവാര്യമാണ്. നിങ്ങളുടെ ലോട്ടറി വിജയം ഉറപ്പാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തു കഴിഞ്ഞു. ബാക്കിയെല്ലാം നിങ്ങൾക്കുവേണ്ടി ചെയ്തു കഴിഞ്ഞു. അതെ, നമുക്ക് ഇനിയും ആഴത്തിൽ പോകാം. നിങ്ങളെന്ന നിഗൂഢതയിലേക്ക്, എല്ലാ കാര്യങ്ങളുടെയും സ്രഷ്ടാവ്. നിങ്ങൾ ഒരു തവണ ശ്രദ്ധിക്കുന്ന നിമിഷം ഭാവനയുടെ ആ പുണ്യപ്രവൃത്തി ക്ഷണികമല്ല,
മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ പാകിയ ഒരു നിത്യ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നിങ്ങളുടെ ഉപബോധമനസ്സിന്റെ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ വസിക്കുന്നു, മുളച്ച് പൂവിട്ട് ഫലം പുറപ്പെടുവിക്കാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യങ്ങൾക്കായി കാത്തിരിക്കുന്നു. സാഹചര്യങ്ങൾ ലളിതമാണ്. നിങ്ങളുടെ അചഞ്ചലമായ വിശ്വാസം, പഴയ കുറവിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങാൻ നിങ്ങൾ വിസമ്മതിക്കുന്നത്, ഇതിനകം വിജയിച്ചുവെന്ന തോന്നലിൽ നിങ്ങളുടെ സ്ഥിരമായ ശ്രദ്ധ. നിങ്ങളുടെ ഉപബോധമനസ്സ് ഒരു വിശ്വസ്തനായ ദാസനെപ്പോലെയാണ്. നിങ്ങളുടെ വികാരങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും നിങ്ങൾ നൽകുന്ന ഓരോ കൽപ്പനയും അനുസരിക്കാൻ തയ്യാറാണ്. അത് ചോദ്യം ചെയ്യുകയോ മടിക്കാനോ ചെയ്യുന്നില്ല. നിങ്ങളൊരു ലോട്ടറി വിജയിയാണെന്ന ബോധ്യം അതിൽ പതിപ്പിക്കുമ്പോൾ അത് അതിന്റെ ശാന്തമായ അദൃശ്യമായ പ്രവൃത്തി ആരംഭിക്കുന്നു. അത് നിങ്ങളുടെ ബാഹ്യലോകത്തെ മാറ്റിയെഴുതുന്നു. സംഭവങ്ങളെയും ആളുകളെയും സാഹചര്യങ്ങളെയും നിങ്ങളുടെ ധാരണയുമായി യോജിപ്പിക്കുന്നു. ഈ പ്രവൃത്തി നിശബ്ദമാണ്, ആദ്യം ശ്രദ്ധിക്കപ്പെടാത്തതാകാം, എന്നാൽ അളവറ്റ ശക്തിയുള്ളതാണ്. എന്നാൽ പലരും ശ്രദ്ധിക്കാത്ത സൂക്ഷ്മത ഇതാ: നിങ്ങൾ അതിൽ പതിപ്പിക്കുന്ന കാര്യങ്ങൾ ഉപബോധമനസ്സ് യാഥാർത്ഥ്യമായി സ്വീകരിക്കുന്നു. നിങ്ങൾ സംശയമോ ഭയമോ അക്ഷമയോ പതിപ്പിക്കുകയാണെങ്കിൽ ആ വികാരങ്ങളെയും അത് മാനിക്കണം. നിങ്ങൾക്കെന്താണ് വേണ്ടതെന്നും നിങ്ങൾക്കെന്താണ് ഭയമെന്നും അതിന് തിരിച്ചറിയാൻ കഴിയില്ല. അതിനാൽ ഒരു തവണ ശ്രദ്ധിച്ച ശേഷം നിങ്ങളുടെ ആന്തരിക സംഭാഷണം ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. ഞാൻ വിജയിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ഇത് സംഭവിക്കാൻ സാധ്യതയില്ല എന്ന ചിന്തകൾക്ക് വിനോദം നൽകരുത്. അത്തരം ചിന്തകൾ നിങ്ങളുടെ ഭാവനയുടെ പ്രവൃത്തിയെ ഇല്ലാതാക്കുന്നു. പകരം ആഗ്രഹം പൂർത്തീകരിച്ചതിന്റെ വികാരത്തിലേക്ക് സൗമ്യമായി എന്നാൽ ദൃഢമായി നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. ഭാവനയിലൂടെ ലോട്ടറി അടിക്കുന്ന കല നിർബന്ധിക്കുകയോ കഷ്ടപ്പെടുകയോ ചെയ്യുന്നതിനെക്കുറിച്ചല്ല, അത് അറിയുന്നതിനെക്കുറിച്ചും ആയിരിക്കുന്നതിനെക്കുറിച്ചും ആണ്. നിങ്ങളുടെ ബാഹ്യലോകത്തിന് പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതിനെക്കുറിച്ചാണ്. ഇതിനകം സമ്മാനം ലഭിച്ച സമൃദ്ധിയുടെ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയായി മാറുന്നതിനെക്കുറിച്ചാണിത്. ഒന്ന് ചിന്തിക്കുക: സമൃദ്ധിയുള്ള ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ, സമ്പത്തിന്റെ ആത്മവിശ്വാസത്തോടെ അവർ സ്വയം മുന്നോട്ടു പോകുമ്പോൾ, അവർ സ്വാഭാവികമായും അവസരങ്ങളെയും ബന്ധങ്ങളെയും വിജയത്തെയും ആകർഷിക്കുന്നു. അവർ പിന്തുടരുന്നില്ല, അവർ അനുവദിക്കുകയാണ്. ഈ അവസ്ഥയാണ് നിങ്ങൾ വളർത്തിയെടുക്കേണ്ടത്. വിജയിയുടെ അവസ്ഥ. പൂർത്തീകരിച്ച ഈ ആന്തരിക ശബ്ദം ഒരു തവണ ശ്രദ്ധിക്കുന്നത് ഈ പരിവർത്തനത്തിന്റെ ആരംഭമാണ്. ഇത് ശക്തമായ ഒരു വൃക്ഷമായി വളരുന്ന ഒരു വിത്ത് നടുന്നതാണ്. സംശയത്തിൽ നിന്നും കുറവിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നു. എന്നാൽ ഓർക്കുക, ഒരു വിത്ത് വളരാൻ ഒറ്റയ്ക്ക് വിടണം. എല്ലാ ദിവസവും അത് മുളച്ചോ എന്ന് കാണാൻ നിങ്ങൾ അത് കുഴിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾ അത് നശിപ്പിക്കും. നിങ്ങളുടെ ഭാവനയിലും അങ്ങനെ തന്നെ. നിങ്ങൾ ഒരു തവണ ശ്രദ്ധിക്കുകയും ഒരു തവണ അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്രമിക്കണം. നിങ്ങൾ വിശ്വസിക്കണം. ഈ വിശ്വാസമാണ് നിങ്ങളുടെ ആന്തരിക ലോകത്തെ ബാഹ്യപ്രകടനവുമായി ബന്ധിപ്പിക്കുന്ന അദൃശ്യമായ നൂൽ. വിശ്വാസമില്ലാതെ നിങ്ങളുടെ ധാരണകൾക്ക് പിഴവ് സംഭവിക്കുന്നു. വിശ്വാസമില്ലാതെ നിങ്ങളുടെ ഉപബോധമനസ്സിന് സൃഷ്ടിപരമായ പ്രക്രിയയിൽ പൂർണ്ണമായി ഏർപ്പെടാൻ കഴിയില്ല. വിശ്വാസമില്ലാതെ നിങ്ങളുടെ ലോട്ടറി വിജയം ഒരു സ്വപ്നമായി അവശേഷിക്കുന്നു, അകലെയുള്ളതും യാഥാർത്ഥ്യമല്ലാത്തതും. എന്നാൽ വിശ്വാസത്തോടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. മതിലുകളുണ്ടായിരുന്നിടത്ത് വാതിലുകൾ തുറക്കുന്നു. ശൂന്യതയുണ്ടായിരുന്നിടത്ത് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. വിജയിച്ച നമ്പറുകൾ നിങ്ങൾക്ക് ശ്വാസമെടുക്കുന്നത്ര സ്വാഭാവികമായി വരുന്നു. നിങ്ങൾ അത്ഭുതങ്ങളുടെ ഒരു കാന്തമായി മാറുന്നു. ഈ കാന്തികത കുട്ടിക്കളിയായ അർത്ഥത്തിൽ മാന്ത്രികതയല്ല, മറിച്ച് സൃഷ്ടിയുടെ സ്വാഭാവിക നിയമമാണ്. നെവിൽ ഗൊദാർഡ് പഠിപ്പിച്ച നിയമമാണിത്. നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടുവെന്ന യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുക. അത് പ്രകടമാക്കണം എന്ന് പറയുന്ന നിയമം. ഈ നിയമം പക്ഷം ചേരുന്നില്ല. അത് നിങ്ങളുടെ ആന്തരിക അവസ്ഥയെ മാത്രം പ്രതിഫലിപ്പിക്കുന്നു. അത് നിഷ്പക്ഷവും കൃത്യവും അചഞ്ചലവുമാണ്. അതിനാൽ നിങ്ങൾ ഒരു തവണ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അത് ചെയ്യുക. സന്തോഷം, നന്ദി, ആവേശം എന്നിവ അനുഭവിക്കുക. നിങ്ങളുടെ വിജയം പ്രഖ്യാപിക്കുന്നത് കേൾക്കുക. ചെക്കോ ടിക്കറ്റോ കൈവശം വച്ചിരിക്കുന്നത് സ്വയം കാണുക. കടലാസിന്റെ കടുപ്പം മണക്കുക. വിജയത്തിന്റെ മധുരം ആസ്വദിക്കുക. നിങ്ങളുടെ ഭാവനയിൽ കഴിയുന്നത്ര യഥാർത്ഥമാക്കുക. എന്നിട്ട് അപ്പോൾ മാത്രം അതിനെ വിട്ടുകളയുക. ഫലം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക. എപ്പോഴെന്നും എങ്ങനെയും എന്നതിനെക്കുറിച്ച് വിഷമിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ ഉപബോധ മനസ്സിന് അതിന്റെ മികച്ച പ്രവൃത്തി ചെയ്യാൻ അനുവദിക്കുക. പ്രപഞ്ചത്തിന് നിങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കാൻ അനുവദിക്കുക. പുറം ലോകത്തിൽ അടയാളങ്ങൾക്കായി കാത്തിരിക്കുന്ന കെണിയിൽ വീഴരുത്. നിങ്ങളുടെ ആന്തരിക യാഥാർത്ഥ്യത്തിന്റെ മോശം വിധികർത്താവാണ് ബാഹ്യലോകം. നിങ്ങളുടെ വികാരമാണ്, നിങ്ങളുടെ അവസ്ഥയാണ്, നിങ്ങളുടെ അറിവാണ് പ്രധാനം. ഈ ആന്തരിക അവസ്ഥ നിങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ബാഹ്യലോകം അത് അനിവാര്യമായും പ്രതിഫലിക്കും. പലരും പരാജയപ്പെടുന്നത് നിരാശയിൽ നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. കൂടുതൽ ടിക്കറ്റുകൾ വാങ്ങുന്നു, നമ്പറുകൾ മാറ്റുന്നു, പുതിയ തന്ത്രങ്ങൾ തേടുന്നു. ഇത് കുറവിന്റെ ശബ്ദമാണ്, വിശ്വാസത്തിന്റെ ശബ്ദമല്ല. യഥാർത്ഥ ശക്തി നിശ്ചലതയിലാണ്. ഒരു തവണ ശ്രദ്ധിക്കുന്നതിലും വിശ്രമിക്കുന്നതിലുമുണ്ട്. നിങ്ങൾ ബുദ്ധിമുട്ടുകയോ കഷ്ടപ്പെടുകയോ തള്ളുകയോ ചെയ്യേണ്ടതില്ലെന്ന് ഈ അറിവിൽ നിന്ന് വരുന്ന സമാധാനം സങ്കൽപ്പിക്കുക. പ്രപഞ്ചം ഇതിനകം നിങ്ങളുടെ വിജയത്തിനായി ഗൂഢാലോചന നടത്തുകയാണ്. നിങ്ങളുടെ വിജയിച്ച ടിക്കറ്റ് മികച്ച സമയത്ത് ക്രമീകരിക്കപ്പെടുകയാണ്. എത്രനാൾ ഞാൻ കാത്തിരിക്കണം എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം. ഉത്തരം ദിവസങ്ങളിലോ ആഴ്ചകളിലോ അല്ല, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴത്തിലാണ്. ചിലർക്ക് വേഗത്തിൽ ഫലം ലഭിക്കുന്നു, കാരണം അവരുടെ ബോധ്യം ശക്തമാണ്. മറ്റുള്ളവർക്ക് കൂടുതൽ സമയമെടുക്കും, കാരണം അവരുടെ സംശയങ്ങൾ നിലനിൽക്കുന്നു. എന്നാൽ വാഗ്ദാനം ഉറപ്പാണ്.
നിങ്ങൾ വികാരത്തോടെ ഒരു തവണ ശ്രദ്ധിക്കുകയും വിശ്വാസത്തിൽ വിശ്രമിക്കുകയും ചെയ്താൽ പ്രകടനം വരും. അക്ഷമ നിങ്ങളുടെ കാഴ്ചയെ മങ്ങിക്കാൻ അനുവദിക്കരുത്. അക്ഷമ പ്രകടനത്തിന്റെ ശത്രുവാണ്. അത് സംശയത്തെ സൂചിപ്പിക്കുന്നു. സംശയം മന്ത്രത്തെ ഭഞ്ജിക്കുന്നു. പകരം ക്ഷമ വളർത്തുക. അത് പ്രവൃത്തിയിലുള്ള വിശ്വാസമാണ്. ക്ഷമയെന്നത് നിങ്ങളുടെ ആഗ്രഹം വഴിയിലാണെന്ന ശാന്തമായ അറിവാണ്. ഈ ക്ഷമയിൽ വിജയിയായി ജീവിക്കുന്നത് തുടരുക. നിങ്ങൾ വിജയിച്ചുവെന്ന് പറയുക. നിങ്ങൾ വിജയിച്ചുവെന്ന് ചിന്തിക്കുക. നിങ്ങൾ വിജയിച്ചുവെന്ന് പ്രവർത്തിക്കുക. ഈ യോജിപ്പിക്കൽ നിങ്ങളുടെ ധാരണയെ ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കുകയും ചെയ്യുന്നു. ഓർക്കുക, നിയമം യാഥാർത്ഥ്യവും ഭാവനയും തമ്മിൽ വേർതിരിക്കുന്നില്ല. അത് അതിൽ പതിഞ്ഞ വികാരത്തെ മാത്രമേ അറിയൂ. അതിനാൽ ലോട്ടറി അടിച്ചുവെന്ന നിങ്ങളുടെ ഭാവനയിലുള്ള അവസ്ഥ ഏതൊരു ബാഹ്യ തെളിവിനെയും പോലെ ശക്തമാണ്. നിങ്ങൾ സ്വയം തെറ്റിദ്ധരിപ്പിക്കുകയല്ല, നിങ്ങൾ സ്വയം സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല, നിങ്ങൾ അതിനെ രൂപപ്പെടുത്തുകയാണ്. ഇത് നിങ്ങളുടെ ഉള്ളിലെ ദിവ്യശക്തിയാണ്. അതിനാൽ ഞാനിപ്പോൾ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഒരു തവണ കൂടി ശ്രദ്ധിക്കുക, ആഴത്തിൽ അനുഭവിക്കുക, പൂർണ്ണമായി വിശ്വസിക്കുക. എന്നിട്ട് പ്രപഞ്ചം നിങ്ങളെ കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ വിധിയുടെ യജമാനനാണ്. നിങ്ങൾ ഭാവനയുടെ ലോകത്ത് ഇതിനകം ജീവിക്കുന്ന ലോട്ടറി വിജയിയാണ്. ബാക്കിയെല്ലാം നിങ്ങൾ ഇതിനകം സൃഷ്ടിച്ചതിന്റെ വെളിപ്പെടുത്തൽ മാത്രമാണ്. മറ്റൊന്നും ചെയ്യരുത്. ഒരു തവണ ശ്രദ്ധിക്കുക, എന്നിട്ട് നിശ്ശബ്ദനായിരിക്കുക. നിങ്ങൾക്ക് ഇതുവരെ സങ്കൽപ്പിക്കാൻ കഴിയാത്ത വിധങ്ങളിൽ നിങ്ങളുടെ ജീവിതം മാറുന്നത് കാണുക. കാണാത്തത് ദൃശ്യമാകുന്നു, അസാധ്യമായത് സാധ്യമാകുന്നു. നിങ്ങളുടെ വിജയിച്ച ടിക്കറ്റ് യാദൃച്ഛികമായിട്ടല്ല, മറിച്ച് രൂപകൽപ്പനയിലൂടെ പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങളുടെ വിധി കാത്തിരിക്കുന്നു. നിങ്ങൾ ഈ അവസ്ഥയിൽ വസിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം സൂക്ഷ്മമായി മാറാൻ തുടങ്ങുന്നു. ഒരുപക്ഷെ ആദ്യം ചെറിയ ആകസ്മികതകൾ, നിങ്ങളുടെ ആന്തരിക ധാരണ വേരൂന്നുന്നു എന്നതിന്റെ സ്ഥിരീകരണത്തിന്റെ മന്ത്രിക്കലുകൾ നിങ്ങൾ ശ്രദ്ധിക്കും. ഇവ അദൃശ്യമായതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സൗമ്യമായ പ്രോത്സാഹനങ്ങളാണ്. നിങ്ങൾ അവയെ പിന്തുടരുന്നില്ല. നന്ദിയോടെ അവയെ അംഗീകരിക്കുകയും നിങ്ങളുടെ പൂർത്തീകരിച്ച അവസ്ഥയിലേക്ക് മടങ്ങുകയും ചെയ്യുക. പുറം ലോകം പതുക്കെയാണ് മുന്നോട്ടു പോകുന്നത് എന്ന് ഓർക്കുക, കാരണം അത് സമയത്തിനും സ്ഥലത്തിനും വിധേയമാണ്. എന്നാൽ നിങ്ങളുടെ ബോധം ഈ പരിമിതികൾക്കതീതമാണ്. നിങ്ങളുടെ ബോധം നിത്യവും ഉടനടിയുമാണ്. അത് ഇവിടെയും ഇപ്പോഴും നിങ്ങളുടെ ഓരോ ചിന്തയിലൂടെയും വികാരത്തിലൂടെയും യാഥാർത്ഥ്യത്തിന്റെ കളിമണ്ണിനെ രൂപപ്പെടുത്തുന്നു. ഈ ബോധം മുറുകെ പിടിക്കുക. നിങ്ങൾ ഇതിനകം വിജയിച്ചുവെന്ന അറിവിൽ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ സമൃദ്ധിയുമായി യോജിക്കുന്നു. ഈ യോജിപ്പിക്കൽ നിങ്ങളുടെ ലോട്ടറി വിജയത്തിന് ആവശ്യമായ മികച്ച സാഹചര്യങ്ങളെയും കൃത്യമായ നമ്പറുകളെയും കുറ്റമറ്റ സമയത്തെയും ആകർഷിക്കുന്നു. ചിലപ്പോൾ സംശയിക്കാനോ പ്രവർത്തിക്കാനോ ഒരു പ്രലോഭനം നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇത് സ്വാഭാവികമാണ്. പഴയ ലോകം നിങ്ങളെ കുറവുകളുടെയും പോരാട്ടങ്ങളുടെയും പഴയ മാതൃകകളിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഓരോ തവണയും ഇത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ആന്തരിക സത്യത്തെക്കുറിച്ച് സ്വയം ഓർമ്മിപ്പിക്കുക. ആഗ്രഹം പൂർത്തീകരിച്ചതിന്റെ വികാരത്തിലേക്ക് മടങ്ങുക. അത് വീണ്ടും അനുഭവിക്കുക, വീണ്ടും കേൾക്കുക, വീണ്ടും കാണുക. നിങ്ങളുടെ ഭാവനയിലുള്ള യാഥാർത്ഥ്യത്തിൽ ഈ ആവർത്തിച്ചുള്ള മുഴുകൽ നിങ്ങളുടെ ബോധ്യത്തെ ശക്തിപ്പെടുത്തുന്നു. അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ഒരു മായാത്ത മുദ്ര പതിപ്പിക്കുന്നു. അത്ഭുതങ്ങൾ ഇങ്ങനെയാണ് ജനിക്കുന്നത്, നിരന്തരമായ അചഞ്ചലമായ വിശ്വാസത്തിലൂടെ. പ്രായോഗിക വിശദാംശങ്ങളെക്കുറിച്ച് നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം. ടിക്കറ്റ്, നമ്പറുകൾ, ഭാഗ്യം, ഇവ നിങ്ങളുടെ ധാരണ പ്രകടമാക്കുന്ന രൂപങ്ങളാണ്. എന്നാൽ അവ ഉറവിടമല്ല. ഉറവിടം നിങ്ങളുടെ ആന്തരിക അവസ്ഥയാണ്. നിങ്ങൾ ഈ ഉറവിടവുമായി പൂർണ്ണമായി യോജിപ്പിക്കുമ്പോൾ രൂപങ്ങൾ അനായാസമായി പിന്തുടരുന്നു. എന്തെങ്കിലും ആകാനോ നേടാനോ ഉള്ള തീവ്രമായ ആഗ്രഹം, അത് ഇതിനകം നിങ്ങളുടേതാണെന്ന വിശ്വാസത്തോടൊപ്പം എല്ലാ പരിവർത്തനങ്ങളുടെയും ആരംഭമാണെന്ന് നെവിൽ ഗോദാർഡ് ഓർമ്മിപ്പിക്കുന്നു. ഈ വിശ്വാസം വെറും പ്രതീക്ഷയല്ല, അത് ഭാവനയിൽ നിന്ന് ജനിക്കുന്നൊരുറപ്പാണ്. നിങ്ങൾ തെളിവിനായി കാത്തിരിക്കുന്നില്ല. നിങ്ങളുടെ ഭാവനയുടെ തെളിവിൽ നിങ്ങൾ ജീവിക്കുന്നു. വിജയം ഇതിനകം സംഭവിച്ചുവെന്ന് നിങ്ങൾ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്ന മാന്ത്രിക താക്കോലാണിത്. ഈ അവസ്ഥ നിങ്ങൾ നിലനിർത്തുമ്പോൾ നിങ്ങളുടെ ബോധം വികസിക്കുന്നത് നിങ്ങൾ കണ്ടെത്തും. സൃഷ്ടിക്കാനും പ്രകടിപ്പിക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങളെ വിളിച്ചുവരുത്താനുമുള്ള നിങ്ങളുടെ ശക്തി നിങ്ങൾ തിരിച്ചറിയും. ലോട്ടറി വിജയം നിങ്ങളുടെ യാഥാർത്ഥ്യം രൂപപ്പെടുത്താനുള്ള നിങ്ങളുടെ വലിയ കഴിവിന്റെ ഒരു പ്രതീകം മാത്രമാണെന്ന് നിങ്ങൾ കാണും. ഈ തിരിച്ചറിവോടെ നിങ്ങൾ ജീവിതത്തെ വ്യത്യസ്തമായി സമീപിക്കും. നിങ്ങൾ ശാന്തനും ആത്മവിശ്വാസിയും തേജസ്സുള്ളവനുമായി തീരും. നിങ്ങൾ പണം മാത്രമല്ല, നിങ്ങളുടെ സമൃദ്ധിയുടെ കാഴ്ചപ്പാടുമായി യോജിക്കുന്ന അവസരങ്ങളും ബന്ധങ്ങളും അനുഭവങ്ങളും ആകർഷിക്കും. ഒരു തവണ ശ്രദ്ധിക്കുന്നത് ഒരു പുണ്യപരമായ അനുഷ്ഠാനമാണ്. അത് നിങ്ങൾ പരിമിതിയിൽ നിന്ന് പുറത്തുകടന്ന് അനന്തതയിലേക്ക് കടക്കുന്ന നിമിഷമാണ്. ഒരു സ്രഷ്ടാവെന്ന നിലയിൽ നിങ്ങളുടെ ജന്മാവകാശം നിങ്ങൾ അവകാശപ്പെടുന്ന നിമിഷമാണിത്. ഈ നിമിഷത്തെ കുറച്ചു കാണരുത്. ഇത് നിങ്ങളുടെ എല്ലാ ഭാവി അനുഗ്രഹങ്ങളുടെയും വിത്താണ്. വിശ്വാസത്താൽ അതിനെ പോഷിപ്പിക്കുക. ക്ഷമയോടെ അതിനെ സംരക്ഷിക്കുക. സന്തോഷത്തോടെ ജീവിക്കുക. ഇതറിയുക, പ്രപഞ്ചം അനന്തമായി ഉദാരമാണ്. നിങ്ങളുടെ ആന്തരിക അവസ്ഥയോട് അത് തികഞ്ഞ കൃപയോടും സമയബോധത്തോടും കൂടി പ്രതികരിക്കുന്നു. നിങ്ങളുടെ വിജയിച്ച ടിക്കറ്റ് നിലനിൽപ്പിന്റെ ലിപികളിൽ ഇതിനകം എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരേയൊരു പരീക്ഷണം ഒരു തവണ ശ്രദ്ധിക്കുക, ഒരു തവണ വിശ്വസിക്കുക, എന്നിട്ട് വിശ്രമിക്കുക എന്നതാണ്. ഈ വിശ്രമത്തിൽ അത്ഭുതങ്ങളുണ്ടാകുന്നു. നിങ്ങൾ യാദൃച്ഛികതയുടെ ഇരയല്ല, മറിച്ച് വിധിയുടെ യജമാനനാണ്. നിങ്ങളുടെ ലോട്ടറി വിജയം നിങ്ങളുടെ ആന്തരിക യാഥാർത്ഥ്യത്തിന്റെ അനിവാര്യമായ പ്രകടനമാണ്.
അതിനാൽ ഈ കാഴ്ചപ്പാട് നിലനിർത്തുക. വിജയത്തിന്റെ യാഥാർത്ഥ്യം അനുഭവിക്കുന്നത് തുടരുക. വിശ്വാസത്തിൽ നടക്കുന്നത് തുടരുക. കാരണം നിങ്ങൾ അത്യന്താപേക്ഷിതമായ ജോലി ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ ഒരു തവണ ശ്രദ്ധിച്ചു. ഇപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ ആ വിജയിയായി ജീവിക്കുക. ബാക്കിയെല്ലാം അനായാസമായി വെളിപ്പെടുന്നു. നിങ്ങളുടെ സമയമിതാ. നിങ്ങളുടെ സമ്മാനം കാത്തിരിക്കുന്നു. അദൃശ്യമായതിൽ നിങ്ങൾ ഇതിനകം വിജയിച്ചു. നിങ്ങളുടെ ഹൃദയം എല്ലാ കാലത്തും അറിഞ്ഞിരുന്നത് ദൃശ്യലോകം ഉടൻ പ്രതിഫലിക്കും. അത് ചെയ്യുമ്പോൾ അത് ഭാഗ്യമോ പ്രയത്നമോ ആയിരുന്നില്ല, മറിച്ച് ഒരു തവണ ശ്രദ്ധിക്കുന്നതും പൂർണ്ണമായി വിശ്വസിക്കുന്നതും നിങ്ങളുടെ ഭാവനയുടെ ശക്തിയിൽ വിശ്രമിക്കുന്നതുമായിരുന്നു എന്ന് നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടറിയും. അതുകൊണ്ട് ഇപ്പോൾ എന്റെ സുഹൃത്തെ, അചഞ്ചലമായ വ്യക്തതയോടെ ഇത് മനസ്സിലാക്കുക. നിങ്ങൾ തേടുന്ന ലോട്ടറി വിജയം യാദൃശ്ചികതയുടെയോ പോരാട്ടത്തിന്റെയോ അനന്തമായ പ്രയത്നത്തിന്റെയോ കാര്യമല്ല. അത് നിങ്ങളുടെ ബോധത്തിന്റെ കാര്യമാണ്. നിങ്ങളുടെ ആന്തരിക ധാരണയും പൂർണ്ണ വിശ്വാസത്തോടെ ഒരു തവണ ശ്രദ്ധിക്കുന്ന ഒരാഴത്തിലുള്ള പ്രവൃത്തിയും. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾ സൃഷ്ടിയുടെ മണ്ഡലത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അവിടെയെല്ലാം സാധ്യമാണ്. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ അദൃശ്യമായ പ്രവൃത്തിയിൽ വിശ്വസിക്കുക. ആഗ്രഹം പൂർത്തീകരിച്ചതിന്റെ വികാരം മുറുകെ പിടിക്കുക. നിങ്ങളുടെ വിജയം ഇതിനകം ഉറപ്പിച്ചുവെന്ന് അറിഞ്ഞുകൊണ്ട് വിശ്രമിക്കുക. നിങ്ങളുടെ വിജയിച്ച ടിക്കറ്റ് പിന്തുടരേണ്ട ഒന്നല്ല. അത് ഇതിനകം നിങ്ങളുടേതാണ്. തികഞ്ഞ ദിവ്യസമയത്ത് പ്രകടമാകാൻ കാത്തിരിക്കുന്നു. നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന്റെ സ്രഷ്ടാവ് നിങ്ങളാണ്. നിങ്ങളുടെ വിധിയുടെ യജമാനനാണ്. അതിനാൽ ഒരു തവണ ശ്രദ്ധിക്കുക, പൂർണ്ണമായി വിശ്വസിക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിനകം ആരാണോ ആ വിജയിയായി ജീവിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യരുത്. പ്രപഞ്ചം ഈ സത്യത്തിന് തലകുനിക്കുന്നു. നിങ്ങളുടെ അത്ഭുതം അനിവാര്യമാണ്. നിങ്ങളുടെ സമയം ഇതാ.